ഓണക്കാലത്തിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോൾ ഓണത്തിൻ്റെ ഒരു നമ്മുടെ ആകപ്പാടുള്ള ഷോസുകളുടെ കാര്യങ്ങൾ മാത്രമാണ്. നമ്മുടെ നഗരം മാറിയിട്ടില്ല, സത്യമാണ്. നഗരത്തിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. നഗരം ഇന്നും പഴയ പ്രൗഢിയോടുകൂടി തന്നെ നിലനിൽക്കുന്ന വാഹനങ്ങളുടെ എണ്ണം കൂടിയെന്നുള്ളതല്ല, വലിയ മാറ്റമൊന്നും വന്നിട്ടൊന്നുമില്ല. എന്നിരുന്നാൽ പോലും നമുക്കൊരു ഓണപ്പാട്ടിലേക്ക് പോകുന്നത് അത് ഒരു കാലഘട്ടത്തിൽ മാറ്റം വരാത്ത ഒന്നാണ് ഈ ഓണപ്പാട്ടുകൾ അല്ലേ? അതെ, എല്ലാ കാലത്തും പാടുന്ന കുറച്ച് ഓണപ്പാട്ട്, അതില്ലെങ്കിൽ ഓണം കംപ്ലീറ്റ് ആവില്ല. അത് അങ്ങനെയാണ്. അതിൽ ചില പാട്ടുകൾ പൂവിളി പൂവിളി, ഓണപ്പൂവേ, അതെ, ഉത്രാടപ്പൂനിലാവേ, അങ്ങനെ കുറച്ച് പാട്ടുകൾ. തരംഗിണി മ്യൂസിക് ഒരുപാട് രവീന്ദ്ര മാഷിന്റെ മ്യൂസിക്കും ഒക്കെ ആയിട്ട് ഒരുപാട് പാട്ടുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഓണപ്പാട്ട് ഏതാ? ഏറ്റവും ഇഷ്ടപ്പെട്ട പാടി കേൾപ്പിക്കണം. അങ്ങനെ ഇതെല്ലാം ഇഷ്ടമാണ്. പെട്ടെന്ന് പാടാൻ പറയുമ്പോ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ. കുറേ ഓണപ്പാട്ടുകൾ ആലോചിക്കുമ്പോ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന പാട്ടുകൾ. ആദ്യം വരുന്ന പാട്ട് തന്നെയാണ്. ഇനി എന്താണ്, പാട്ട് മാത്രമാണോ ഇനി സിനിമയിൽ അഭിനയിക്കാനുള്ള? അത് ഞാനിപ്പോ ജയരാജ് സാറിന് തന്നെ ഒരു സിനിമയിൽ അഭിനയിച്ചു, ഒരു ചെറിയൊരു വേഷം. അത് വേറൊന്നുമല്ല, ഈ അശ്വാരൂഢനിൽ പാടാൻ സാറ് വിളിക്കുന്ന സമയത്ത് അന്ന് 2006 സാർ എന്നോട് ചോദിച്ചിരുന്നു, അഭിനയിക്കാൻ താല്പര്യമുണ്ടോ, അങ്ങനെയാണെങ്കിൽ അഭിനയിക്കാൻ പറ്റിയൊരു നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയൊരു ആളാണ്, അപ്പം അഭിനയിക്കാൻ താല്പര്യമുണ്ടോ ചോദിച്ചിരുന്നു. അന്ന് എനിക്കങ്ങനെ, അത്രയും വർഷം മുമ്പാണ്, അപ്പം അന്ന് എനിക്ക് അതൊരു അയ്യോ, ഞാൻ അഭിനയിക്കാൻ തീരുമാനിച്ചാൽ എൻ്റെ ആഗ്രഹം പാട്ടുകാരി ആവണം എന്നാണ്. പാട്ടിൽ ഞാൻ കോൺസെൻട്രേഷൻ പോവോ അല്ലെങ്കിൽ ഡൈവേർട്ട് ചെയ്ത് പോവേണ്ടി വരുമോ എന്നൊക്കെയുള്ളൊരു സംശയമുണ്ട്. കാരണം ഞാൻ ആ സമയത്ത് ഒത്തിരി ചാനൽ പ്രോഗ്രാംസ് ആങ്കർ ചെയ്തിരുന്നു. അപ്പം അത് ആങ്കർ ചെയ്യുന്നത് കൊണ്ട് തന്നെ പല ഓഫേഴ്സും വന്നിട്ടുണ്ട്. നല്ല ഡയറക്ടേഴ്സും മറ്റ് പലരും സീരിയലാണെങ്കിലും സിനിമയാണെങ്കിലും നല്ല ഓഫേഴ്സ് വന്നിട്ടുണ്ട്. മിക്കവാറും എല്ലാ ആങ്കേഴ്സും സിനിമയായിരിക്കും ചൂസ് ചെയ്യുന്നത്. അന്ന് ആങ്കറിങ് മാത്രമല്ല, മോഡലിംഗ് പോലെ തന്നെ ടി വിയിൽ കാണുന്ന ഒരു ആങ്കറിനെ പിന്നീട് ഏതെങ്കിലും സിനിമകളിലായിരിക്കും നമ്മൾ കാണുന്നത്. പക്ഷെ എനിക്ക് അന്ന് അങ്ങനെ തോന്നിയില്ല. ഞാൻ സാറിനോട് പറഞ്ഞു, സാർ എനിക്ക് പാട്ട് പാടണം എന്നാണ് ആഗ്രഹം, പാട്ട് തന്നാൽ സന്തോഷം, അഭിനയിക്കുന്ന കാര്യം എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ അന്ന് ഒഴിവായി. അപ്പോൾ അന്ന് സാറ് പറഞ്ഞു, എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ എന്നോട് തന്നെ പറയണം, ഞാൻ തന്നെ ഒരു അവസരം തരാം. അപ്പോൾ പിന്നീട് ഇപ്പോൾ പറഞ്ഞല്ലോ, ഇൻസ്റ്റയിലൊക്കെ ഞാൻ ആക്റ്റീവാണ്, കാണാറുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാനിങ്ങനെ കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എൻഗേജ്ഡ് ആയി. അപ്പോൾ പല ഫോട്ടോസും ജയരാജ് സാറുമായിട്ട് ഷെയർ ചെയ്യുകയോ ഒക്കെ സാർ ഇങ്ങനെ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം പറഞ്ഞു, ഞാനൊരു സിനിമയിൽ ഒരു നല്ലൊരു ക്യാരക്ടർ ആലോചിക്കുന്നുണ്ട്, ഞാൻ ആ സ്ക്രിപ്റ്റ് അയച്ചു തരാം, വായിച്ചു നോക്ക്, ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ മെഹഫിൽ എന്ന് പറഞ്ഞൊരു സിനിമയിൽ അതൊരു ചെറിയൊരു ക്യാരക്ടർ, ചെറുതാണെങ്കിലും ഒരു വലിയ സ്ക്രീനിലാണ്. അതുപോലെ തന്നെ എൻ്റെ ആഗ്രഹമായിരുന്നു ജയരാജ് സാറിൻ്റെ സിനിമ. ജയരാജ് സാർ ആദ്യം അങ്ങനെ ചോദിച്ചത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമയിൽ തന്നെ എന്തെങ്കിലും ഒരു അവസരം കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം നേരത്തെ പറഞ്ഞ ഇൻട്രോ തിരിച്ചെടുത്തിരിക്കുന്നു, നടിയും കൂടിയാണ്. അയ്യോ, അങ്ങനെ പറയാറില്ല. പിന്നണി ഗായിക എന്നുള്ള ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിരുന്നല്ലോ, പിന്നണി ഗായിക എന്ന്. അപ്പം അത് ഞാൻ തിരിച്ചെടുത്തിട്ട് ഒന്നുകൂടെ ആഡ് ചെയ്തു നടി എന്ന് കൂടി ചേർക്കുക അല്ലേ? പറയാറായിട്ടില്ല. അല്ല, എന്നാലും ഒരു ചെറിയതെങ്കിലും നല്ലൊരു വേഷം ചെയ്തില്ലേ? കുഴപ്പമില്ലെന്ന് തോന്നുന്നു. എന്താണ് വേഷം, റിവീൽ ചെയ്യാമോ? അങ്ങനെ അതൊരു കഥ എന്ന് പറയാൻ പറ്റില്ല, ഒരു ദിവസം നടക്കുന്ന ശരിക്കും ഉള്ള ഒരു സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ള ഒരു ദിവസത്തെ കാര്യങ്ങളാണ് ആ സിനിമ മെഹഫിൽ. അതിൽ മനോജേട്ടൻ്റെ വൈഫായിട്ടാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത്. അല്ല, വളരെ കുറച്ചേ ഉള്ളൂ. അത് വലിയൊരു സിനിമ, ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള മുകേഷ് ഏട്ടനും ആശാ ശരത്തുമാണ് മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നത്. അതിലൊരു ചെറിയൊരു പാർട്ട് എന്ന് പറഞ്ഞാൽ മനോജേട്ടൻ അറിയാം ഏത് തരത്തിലാണ് അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു നടൻ എന്നുള്ള നിലയിൽ അദ്ദേഹം നിൽക്കുന്ന എവിടെ നമുക്കറിയാം. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു സന്തോഷം. അദ്ദേഹം
കുട്ടിക്കാലം തൊട്ടേ കാണുന്ന ഒരു ആക്ടറാണ്. എത്രയോ സിനിമകൾ. ഏറ്റവും ഇഷ്ടപ്പെട്ടത് സർഗത്തിലെ കഥാപാത്രമാണ്. അതിനുശേഷം പിന്നീട് അനന്തഭദ്രം, എത്ര ഭംഗിയായിട്ടാണ് ആ ക്യാരക്ടർ ചെയ്തത്. അപ്പൊ അതൊക്കെയാണ് അദ്ദേഹത്തെ കാണുമ്പോ എനിക്ക് ഓർമ്മ. അനന്തഭദ്രത്തിലെ ആ ഒരു ആളും ഒക്കെ, അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. അതൊക്കെ നമ്മുടെ മനസ്സിലൂടെ പെട്ടെന്ന് ഓടി വരുന്നതാണ്. അപ്പൊ അത്ര വലിയൊരു ആർട്ടിസ്റ്റിന്റെ കൂടെ ആദ്യമൊക്കെ എനിക്ക് പറ്റുമോ, എനിക്ക് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വളരെ കൂളായിട്ട്. മനോജേട്ടനെ നേരത്തെ പരിചയമുണ്ട്, പാട്ടുകാരി ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു സിംഗർ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് എല്ലാ പാട്ടുകാരെയും ഒക്കെ ശ്രദ്ധിക്കാറുണ്ട്. മറ്റ് പല വേദികളിലും വെച്ച് പരിചയപ്പെട്ടിട്ടും ഒക്കെ ഉണ്ട്. പക്ഷെ സിനിമയിൽ അഭിനയിക്കുന്നത് എനിക്കതൊന്നും അങ്ങനെ പറയാൻ. ഫസ്റ്റ് ഷോട്ടിന്റെ ആ ഒരു നമുക്കൊരു ആങ്സൈറ്റി ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇത്രയും പേര് ഇപ്പം ഈ ഒരു ഷൂട്ടിന് പോലും നമ്മൾ കുറച്ച് പേരുണ്ട്. സിനിമ എന്ന് പറയുമ്പോൾ അതല്ലല്ലോ, ഒത്തിരി ക്രൂവും ഒത്തിരി ആൾക്കാരും ഒക്കെ ഉണ്ടാവും, കാണാൻ ആൾക്കാരുണ്ടാവും. അപ്പൊ അതിന്റെയൊക്കെ ഒരു സിനിമയിൽ ക്ലാപ്പ് ബോർഡ് അടിക്കുമ്പോൾ, അഴകിയരാവണ്ണത്ത് ക്ലാപ്പ് ബോർഡ് അടിക്കുമ്പോൾ ഞെട്ടിപ്പോകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടല്ലോ. എന്തായാലും അത്രത്തോളം ഇല്ല. കാരണം ഈ TV പ്രോഗ്രാംസ് ആങ്കർ ചെയ്ത് ക്യാമറ ഒരു പരിചയമുണ്ട്, അത്രത്തോളം. പക്ഷെ നമ്മള് ക്ലാപ്പ് ബോർഡ് ഉപയോഗിക്കാറില്ല. അല്ല, എങ്ങനെയുണ്ടായിരുന്നു സീരിയസ്ലി, നമ്മൾ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു? കുഴപ്പമില്ല. പിന്നെ ഇത്രയും സീനിയർ ഒരു ഡയറക്ടറാണ് ജയരാജ് സാർ എന്ന് പറയുമ്പോൾ, കുറച്ച് യങ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സ് ആണെങ്കിൽ വലിയ കുഴപ്പമില്ലായിരിക്കും ചിലപ്പോൾ. അപ്പോൾ എല്ലാം സീനിയേഴ്സ്, കൂടെ ഉള്ളവരൊക്കെ വലിയ വലിയ ആർട്ടിസ്റ്റുകൾ. അതെ അതെ. അപ്പൊ ഒരു ടെൻഷൻ എന്തായാലും ഉണ്ടാവും, വല്ലാതെ നെർവസ് ആവും നമ്മള്. അപ്പൊ ഞാൻ വിചാരിച്ചു പാട്ട് പാടുന്നത് എന്തൊരു എളുപ്പമാണ്. ഞാൻ അവിടെ പരിചയമായ കുറച്ച് ക്രൂ ആൾക്കാരോടൊക്കെ പറയും, പാട്ട് പാടാൻ എന്ത് സുഖമാണ്, ഇതൊന്നും നോക്കണ്ടല്ലോ. അതെ, നമ്മുടെ ശബ്ദം മാത്രം ആൾക്കാരെ കേൾപ്പിച്ചാൽ മതി. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മള് പെർഫോമിങ്ങിലേക്ക് മാറി കഴിഞ്ഞു അല്ലേ? നമ്മുടെ ഒരു സ്റ്റേജ് പ്രോഗ്രാമുകളെല്ലാം പെർഫോമിങ്ങിലേക്കും, പാട്ടാണെങ്കിൽ പോലും നമ്മളുടെ എന്താ പറയാ, അവിടെ നിന്നുകൊണ്ട് പെർഫോം ചെയ്യുക എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് വന്നു. ഈ പുതിയ തലമുറയിലെ ആൾക്കാരൊക്കെ പെർഫോം ചെയ്യുന്നത് മാത്രമല്ല, അപ്പിയറൻസും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് മെയിനായിട്ടും. നമ്മൾ സ്റ്റേജിൽ പ്രസന്റ് ചെയ്യുന്ന രീതി, പെർഫോമൻസ്, നമ്മുടെ അപ്പിയറൻസ്, നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ ലുക്സ്, ഇതൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. പണ്ട് ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നു നമ്മൾ, പക്ഷെ മലയാളത്തിൽ അധികം ഉണ്ടായിരുന്നില്ല. ബോളിവുഡിലൊക്കെയാണ് ഹിന്ദി സിംഗേഴ്സ് ഒക്കെ പാടുമ്പോൾ അവർ പെർഫോം ചെയ്താൽ പാടുന്നത്. അവരുടെ അപ്പിയറൻസ്, അവരുടെ ഡ്രസ്സ്, കോസ്റ്റ്യൂംസ് ഒക്കെ ഭയങ്കര അങ്ങനത്തെ ഒരു ലെവലിലായിരുന്നു. മലയാളത്തിലേക്ക് അത് ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ മലയാളത്തിലേക്കും അങ്ങനെ ഒരു ലെവലായി. പെർഫോമൻസ് എന്ന് പറയുന്നതിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അത് അല്ലേ ആ ലെവലിലേക്ക് മാറിക്കഴിഞ്ഞു. അല്ല, ആളുകൾ അതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മളിപ്പോ ഇപ്പൊ ചിത്ര ചേച്ചിക്കോ അല്ലെങ്കിൽ സുജാ ചേച്ചിക്കോ അല്ലെങ്കിൽ ജാനകി അമ്മ, ദാസാറ് ഒക്കെ വന്ന് നിൽക്കുമ്പോ അവര് പാടിയാ മതി. അവരുടെ അടുത്തുനിന്ന് അങ്ങനെയൊന്നും ആളുകള് വേറെ ഒന്നും അതിൽ കൂടുതലൊന്നും ഇല്ലല്ലോ. അതേസമയം പുതിയ തലമുറയിലേക്ക് വരുമ്പോ എല്ലാവരും നമ്മുടെ ഒരു പെർഫോമൻസ്, നമ്മുടെ അപ്പിയറൻസ് വരെ എല്ലാവരും ശ്രദ്ധിക്കും. അങ്ങനെ ഒരു ലെവലിലേക്കാണ് ഓഡിയൻസ് നമ്മളെ നോക്കി കാണുന്നത്. ഈ ഓഡിയൻസ് അപ്പൊ നമ്മൾ ആ ലെവലിൽ നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും മാറേണ്ടിയിരിക്കുന്നു. അതാണ് ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ അങ്ങനെ മാറിയല്ലേ പറ്റുള്ളൂ. അപ്പൊ എല്ലാത്തിലും മാറ്റങ്ങളുണ്ടല്ലോ. നമ്മുടെ ജീവിത രീതിയിലും മാറ്റങ്ങളുണ്ട്. അതല്ല, ഓരോന്നിലും ഓരോ രീതിയിൽ മാറ്റങ്ങൾ. അത് നമ്മുടെ ആസ്വാദകരുടെ ആസ്വാദന രീതി മാറി. ഇപ്പൊ ആസ്വാദന രീതി വളരെ, ഇപ്പൊ ശരിക്കും ആർക്കും ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല. പഴയ പാട്ടും ഇഷ്ടപ്പെടുന്നുണ്ട്. കോളേജ് കുട്ടികളുടെ മുമ്പിൽ ഒരു 80s ഏതെങ്കിലും 1000 കണ്ണുമായി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും പാട്ട് പാടിയാൽ അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. ചില ആളുകളുടെ ധാരണ എന്ന് വെച്ചാൽ ഇല്ല, അടിപൊളി പാട്ടുകൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ബാൻഡ് മൂഡുള്ള പാട്ടുകൾ മാത്രമേ കോളേജ് സ്റ്റുഡൻസ് എൻജോയ് ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്നത് തെറ്റാണ്. അത് തെറ്റാണ്. കുട്ടികൾ അല്ലാത്ത പാട്ടുകളും ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇന്നത്തെ കാലത്ത് കവേഴ്സ് ഇത്രയധികം പോപ്പുലർ ആവുന്നത്. പഴയ പാട്ടുകളാണ് കൂടുതലും കവേഴ്സ് ആയിട്ട് പലരും ചെയ്യുന്നത്. ഞാൻ ഉൾപ്പെടെ, ഞാനും കവർ സോങ്സ് ഒത്തിരി ചെയ്യുന്നുണ്ട്. നമുക്ക് പാടാൻ ഇഷ്ടവും കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ടുകളാണ് റീക്രിയേറ്റ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ആൾക്കാർക്കും കുട്ടികൾക്കും ഒക്കെ ഇഷ്ടമാണ്. പക്ഷേ ഒരു ലൈവ് ചെയ്യുന്ന പൊതുവേ ഉള്ളൊരു ധാരണ അടിപൊളി പാട്ടുകളാണ് വേണ്ടത്. അത് തെറ്റായ ധാരണ ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചില സ്ഥലങ്ങളിൽ അത് മാത്രമേ ചിലപ്പോൾ വർക്കൗട്ട് ആവുള്ളായിരിക്കും. പക്ഷെ അതിനിടയിൽ 1-2 നല്ല മെലഡീസ് കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ എൻജോയ് ചെയ്യും.
ഉറപ്പായിട്ടും. നമ്മൾ ആളുകൾക്കനുസരിച്ച് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. അങ്ങനെയല്ല, നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് അവർ എൻജോയ് ചെയ്യുന്നു. ഇപ്പം ആദ്യം മുതലേ ഒരു പ്രോഗ്രാം 2 മണിക്കൂറുള്ളൊരു പ്രോഗ്രാം ആദ്യം മുതലേ ഈ ഫാസ്റ്റ് സോങ്സും ഡാൻസും നാടൻ പാട്ട് സ്റ്റൈലിലുള്ള ഇപ്പം എല്ലാവരും അങ്ങനെയാണ്. ബാൻഡ് എന്ന് പറയുന്നത് അങ്ങനെയായി, ഒരു നാടൻ ശൈലിയിൽ എന്നാൽ ഒരു എന്താ ഒരു ഭയങ്കര ബീറ്റും ഒരു ബാൻഡ് രൂപത്തിൽ നാടൻ സ്റ്റൈലിലുള്ള പാട്ടുകൾ പ്രസന്റ് ചെയ്യുന്നതാണ് ഇപ്പം ബാൻഡ് എന്ന് പറയുന്ന ഒരു കൾച്ചർ ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ അതല്ല, നല്ല മെലഡീസ് പാടിയാലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. നല്ല മെലഡീസ് പാടുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മെലഡി പറയാമോ? അയ്യോ, അത് ഒരുപാട് പെർഫോം ചെയ്തിട്ടുള്ളത് മതി. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മുന്നേ ചിത്ര ചേച്ചിയുണ്ട്, ജാനകിയമ്മയുണ്ട്. ഞാൻ പലയിടത്തും ഇതുപോലെയുള്ള ചെറിയ കൂട്ടായ്മകളിൽ ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലും ഒരു ഒക്കേഷൻ വരുമ്പോൾ പാടാൻ ഇഷ്ടമുള്ള പാട്ടാണ് തേനും വയമ്പും. എനിക്ക് തോന്നുന്നു ഇപ്പം ഓണമായിട്ട് ബന്ധമില്ലെങ്കിൽ പോലും ഒരു പ്ലസന്റ് മൂഡുള്ള പാട്ടാണ്. അത് പാടാം. മാനത്തെ ശിങ്കാരത്തോപ്പിൽ ഒരു ഞാലിപ്പൂവൻ പഴത്തോട്ടം, കാലത്തും വൈകിട്ടും പൂമ്പാളത്തേനുണ്ണാനാ വാഴത്തോട്ടത്തിൽ നീയും പോരുന്നു, തേനും വയമ്പും നാവിൽ തൂവും വാനമ്പാടി രാഗം ശ്രീരാഗം പാടൂ നീ വീണ്ടും 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 വീണ്ടും. ഒരു പക്ഷേ ഈ പാട്ടൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് നമ്മുടെ മലയാളത്തിന് സംഭവിച്ച ഏറ്റവും വലിയ നഷ്ടമായി പോയി രവീന്ദ്രൻ മാഷിന്റെ അകാലത്തിലുള്ള വിടപറച്ചിൽ എന്ന് പോലെ ജോൺസൺ മാഷിന്റെ. എങ്ങനെയാണ് അവരെ കുറിച്ച് ഒരു ഗായിക എന്നുള്ള നിലയിൽ അവരെയൊക്കെ എങ്ങനെ വിലയിരുത്തുന്നു ചോദിക്കുന്നില്ല, അങ്ങനെ ഒരിക്കലും ചോദിക്കാൻ പറ്റില്ല നമുക്ക്. എങ്ങനെയാണ് അവരെയൊക്കെ നമ്മൾ ഉള്ളിൽ കൊണ്ടു നടക്കുന്നത്? അവരൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ പാട്ടുകളും ഇങ്ങനെ ഒരു മ്യൂസിക് നമുക്ക് കിട്ടിയത് പോലും. ഈ ഒരു ആസ്വാദന തലത്തിലേക്ക് നമ്മൾ എത്തിയതും ഇവർ കാരണം തന്നെയാണ്, അല്ലേ? പഴയ പാട്ടുകൾ എടുത്താലും ദേവരാജ മാഷും അതുപോലെ ദക്ഷിണാമൂർത്തി സ്വാമിയുടെയും അങ്ങനെ കുറേ പാട്ടുകൾ, എത്രയോ പാട്ടുകളുണ്ട്. അർജുന മാഷിൻ്റെ ഒക്കെ നല്ല നല്ല പാട്ടുകളാണ്. പഠിക്കാൻ തന്നെ നമുക്ക് അത്രയും അധികം കളക്ഷനാണ് മലയാളത്തിലുള്ളത്. ഇവരുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ഒരു സംഗീതം ഇത്രയധികം സിനിമാ സംഗീതം മലയാളത്തിലെ ഏറ്റവും കൂടുതൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. അത്രയധികം എന്താ പറയുക, ഇത്രയധികം എന്താ പറയണ്ടെന്ന് എനിക്കറിയാം. അതെ 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 അതെ, തീർച്ചയായിട്ടും. മറ്റൊരു ഭാഷയിൽ എനിക്ക് തോന്നുന്നില്ല ഈ പറയുന്ന പോലെ മറ്റൊരു ഭാഷയിൽ തമിഴിലും സൗത്ത് ഇന്ത്യ, ഞാൻ മലയാളം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, സൗത്ത് ഇന്ത്യ ഇപ്പൊ രാജസാർ മലയാളത്തിലും തമിഴിലും മറ്റു പല ഭാഷകളിലും ചെയ്യുന്നുണ്ട്. ചിത്രചേച്ചിക്ക് തന്നെ ദേശീയ പുരസ്കാരം കിട്ടുന്നത് രാജസാറിന്റെ പാട്ടിലാണല്ലോ, തമിഴിൽ നിന്നുള്ളത്. അപ്പം അങ്ങനെ നോക്കും. അത് വേറൊരു കാര്യമുണ്ട്, ഈ ദാസറിന് കിട്ടുന്നത് ഹിന്ദിയിൽ നിന്നാണ്. നമ്മുടെ മലയാളത്തിലെ 2 ലെജൻസിന് ദേശീയ പുരസ്കാരം കിട്ടുന്നത് 2 അന്യഭാഷകളിൽ നിന്നാണ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ പോലും ഇന്ത്യൻ സിനിമയിൽ സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള സംഗീതത്തിന് ഇത്രയധികം ഇമ്പോർട്ടൻസ് കിട്ടിയത് ഈ ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷെ മലയാളത്തിൽ ഇപ്പോഴും നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്ന് തോന്നില്ലേ? മലയാളത്തില് ഇവരുടെ നഷ്ടം നികത്താൻ ആർക്കും പറ്റില്ല. എന്നാൽ പോലും പുതിയ തലമുറയിലേക്ക് വരുമ്പോൾ, പുതിയ തലമുറ എന്ന് പറയാൻ പറ്റില്ല, എം ജയചന്ദ്രൻ ചേട്ടനും ബിജി ബാൽ സാറും ഒക്കെ നല്ല നല്ല പാട്ടുകൾ തരുന്നുണ്ട്. പക്ഷെ ഇപ്പൊ കുറേ മാറി തുടങ്ങി, ട്രെൻഡ് മാറുന്നു എന്ന് പറയുന്ന പോലെ, ഈ പറഞ്ഞ പോലെ സ്റ്റേജ് പെർഫോമേഴ്സിനുള്ള ഒരു മാറിയതുപോലെ സംഗീതത്തിനും അത് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്.